ഹായ്. നമ്മൾ കുടുംബസമേതം ഒരു സൂപ്പർ മാർക്കറ്റിലോ മാളിലോ പോയിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ കുട്ടി ഒരു കളിപ്പാട്ടമോ ചോക്ലേറ്റോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. നമ്മൾ ഇല്ല എന്ന് പറയുന്ന നിമിഷം കുട്ടി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങുന്നു. സാധനങ്ങൾ വലിച്ചെറിയുന്നു. ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുളുന്നു. ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ നമ്മളെ ഒരു തരം കുറ്റവാളിയെപ്പോലെ നോക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒന്നുകിൽ നമ്മൾ ആ കുട്ടിക്ക് ഒരു അടി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച് ആ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും. ഇത് രണ്ടും വലിയ തെറ്റാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കുട്ടികളിലെ ഈ ഭയങ്കരമായ വാശിയും കരച്ചിലും എങ്ങനെ വളരെ ഈസിയായി ശാസ്ത്രീയമായി മാറ്റിയെടുക്കാമെന്നാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാതാപിതാക്കൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കരച്ചിൽ കുട്ടി നമ്മളെ നാണം കെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല. 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ തലച്ചോറ് പൂർണ്ണമായും വളർന്നിട്ടില്ല. അവർക്ക് ലോജിക്കലായി ചിന്തിക്കാനുള്ള കഴിവ് ആ പ്രായത്തിൽ ഇല്ല. അവർക്കൊരു കാര്യം വേണം എന്ന് തോന്നുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ വലിയ സങ്കടം അല്ലെങ്കിൽ ദേഷ്യം എങ്ങനെ പുറത്ത് കാണിക്കണമെന്ന് അവർക്കറിയില്ല. നമ്മൾ മുതിർന്നവർക്ക് ദേഷ്യം വന്നാൽ നമ്മൾ അത് ഉള്ളിലൊതുക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കും. കുട്ടികൾക്ക് അതിന് കഴിയില്ല. അതാണ് ഈ വലിയ കരച്ചിലായി പുറത്തു വരുന്നത്. അതൊരു അസുഖമല്ല, അവരുടെ വളർച്ചയുടെ ഒരു സ്വാഭാവിക ഘട്ടം മാത്രമാണത്. ഇനി ആ കരച്ചിൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. കുട്ടി മലർന്നു കിടന്ന് കരയുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഫസ്റ്റ് വൺ, കണക്റ്റ് ബിഫോർ കറക്റ്റ്. ആദ്യം ശാന്തമാകുക. കുട്ടി കരയുമ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുകയോ കരയാതിരിക്ക് എന്ന് പറഞ്ഞ് ഒച്ചയിടുകയോ ചെയ്യരുത്. കാരണം അവരുടെ ഇമോഷണൽ ബ്രെയിൻ ഇപ്പോൾ ഫുൾ സ്പീഡിലാണ്. നമ്മൾ ഒച്ചയിട്ടാൽ അവർ കൂടുതൽ കരയും. പകരം അവരുടെ അടുത്തേക്ക് ഇരിക്കുക. ഒട്ടും ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായി അവരുടെ കയ്യിലോ തോളിലോ പിടിച്ച് നമ്മുടെ ആ ശാന്തത അവരിലേക്കും പതുക്കെ പതുക്കെ പകരുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത്, നെയിം ദ ഇമോഷൻ. വികാരം തിരിച്ചറിയുക. കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ അവരുടെ വികാരം എന്താണെന്ന് പറയുക. അതായത്, മോനു ആ ചോക്ലേറ്റ് കിട്ടാത്തത് കൊണ്ട് വലിയ സങ്കടം വന്നല്ലേ, അച്ഛനും അമ്മക്കും അത് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അച്ഛനും അമ്മക്കും എൻ്റെ സങ്കടം മനസ്സിലായി എന്നൊരു തോന്നൽ കുട്ടിക്കുണ്ടാകും. പതുക്കെ പതുക്കെ കരച്ചിൽ അവിടെ നിൽക്കും. മൂന്നാമത്തേത്, ഓഫർ എ ചോയ്സ്. ഓപ്ഷനുകൾ കൊടുക്കുക. കരച്ചിൽ കുറഞ്ഞാൽ ഉടനെ അവിടെ ശ്രദ്ധ മാറ്റണം, അതായത് റീഡയറക്റ്റ് ചെയ്യണം. പക്ഷേ അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്ന് പറയുന്നതിന് പകരം 2 ചോയ്സ് കൊടുക്കുക. നമുക്ക് ആ ചോക്ലേറ്റ് വാങ്ങാൻ പറ്റില്ല, പക്ഷെ നിനക്ക് ആ ചുവന്ന കാർ പിടിച്ച് നടക്കണോ അതോ ഈ ട്രോളി തള്ളണോ? കുട്ടികൾക്ക് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വലിയ ഇഷ്ടമാണ്. അവർക്ക് ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ തലച്ചോറ് പെട്ടെന്ന് കരച്ചിൽ നിർത്തി ചിന്തിക്കാൻ തുടങ്ങും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. കുട്ടി പൊതുസ്ഥലത്ത് വെച്ച് കരയുമ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്നോർത്ത് നമ്മൾ ഒരിക്കലും കുട്ടി ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ വാങ്ങിക്കൊടുത്താൽ കുട്ടി പഠിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിലത്ത് കിടന്ന് കരഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് കിട്ടും. പിന്നെ എല്ലാ കാര്യത്തിനും അവനെ ഈ കരച്ചിൽ ആയുധമാക്കും. നാട്ടുകാർ നോക്കിയാൽ നോക്കട്ടെ, അവർ നാളെ നമ്മുടെ കൂടെ വരില്ല. നമ്മുടെ കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇനി ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നാളെ നമ്മളൊരു കടയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ വേറൊരാളുടെ കുട്ടി കരയുന്നത് കണ്ടാൽ അവിടെ നോക്കി നിൽക്കാനും അവരെ ഉപദേശിക്കാനും പോകുന്ന ആ നാട്ടുകാർ നമ്മളാവാതിരിക്കുക. കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളായിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നമുക്ക് ഫ്രീ ആയി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. നമ്മുടെ കുട്ടികൾ ഇതുപോലെ പൊതുസ്ഥലത്ത് വെച്ച് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളത് ഏത് സാധനത്തിന് വേണ്ടിയാണ്? താഴെ കമൻറ്റ് ചെയ്യാമോ? ഈ വീഡിയോ മറ്റു മാതാപിതാക്കൾക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാമോ? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.